സിന്ധു നദീജല കരാർ മരവിപ്പിച്ച നടപടിയിൽ യാതൊരു മാറ്റവുമില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നു. പാകിസ്ഥാനുള്ള വെള്ളത്തിന്റെ വിഹിതത്തിൽ കുറവ് വരുത്താൻ ശ്രമിച്ചാൽ ശക്തമായ പ്രതികരണമുണ്ടാകുമെന്ന് പാക് പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ഇന്ത്യയുടെ ഈ കടുത്ത നിലപാട്. കരാർ മരവിപ്പിച്ച നടപടിയിൽ മാറ്റമില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ആണ് വ്യക്തമാക്കിയിട്ടുള്ളത്. സിന്ധു നദീജല ഉടമ്പടിയെക്കുറിച്ചുള്ള ഞങ്ങളുടെ നിലപാട് എല്ലാവർക്കും അറിയാം. അതിനാൽ യാതൊരു മാറ്റവുമില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. വെള്ളത്തിന്മേലുള്ള പാകിസ്ഥാന്റെ അവകാശങ്ങളെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു നടപടിയും ഇന്ത്യ സ്വീകരിക്കരുതെന്ന് ഇസ്ലാമാബാദിൽ നടന്ന ഒരു ചടങ്ങിൽ പാക് പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് ആവശ്യപ്പെട്ടിരുന്നു. ഇന്ത്യ ഏകപക്ഷീയമായും നിയമവിരുദ്ധമായും കരാർ റദ്ദാക്കിയെന്നും പാകിസ്ഥാനുള്ള വെള്ളത്തിന്റെ വിഹിതം കുറയ്ക്കാൻ ശ്രമിച്ചാൽ ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്നുമാണ് അദ്ദേഹം ഭീഷണി മുഴക്കിയത്. പാകിസ്ഥാൻ അവകാശപ്പെട്ട ഓരോ തുള്ളി വെള്ളവും തങ്ങളുടെ റെഡ് ലൈനാണെന്നും ഷെഹ്ബാസ് ഷെരീഫ് പറഞ്ഞു. ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ 1960-ലാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സിന്ധു നദീജല കരാർ ഒപ്പുവെച്ചത്. ഇന്ത്യയുടെ അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് ആയൂബ് ഖാനുമാണ് കറാച്ചിയിൽ വെച്ച് ഈ ചരിത്രപരമായ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നും നിരന്തരമായ ഭീഷണികളും സമ്മർദ്ദങ്ങളും ഉണ്ടായെങ്കിലും കരാർ മരവിപ്പിച്ച നടപടിയിൽ യാതൊരു മാറ്റവുമില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം വീണ്ടും വ്യക്തമാക്കുകയുണ്ടായി. അന്താരാഷ്ട്ര തലത്തിലുള്ള സമ്മർദ്ദങ്ങളെയും മാധ്യമ വാർത്തകളെയും ഇന്ത്യ തള്ളിക്കളഞ്ഞിട്ടുണ്ട്.